അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം ടോം ജോസിന്റെ സുഹൃത്ത് അനിത ജോസിലേക്കും. അനിത ടോം ജോസിന്റെ ബിനാമിയെന്ന് സംശയം. നിർണായക രേഖകൾ വിജിലൻസിന് ലഭിച്ചതായി സൂചന. സമയം IAS IPS തലപ്പത്ത് ഭിന്നതയില്ലെന്ന് ചീഫ് സെക്രട്ടറി. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വാർത്താ വിവരങ്ങൾ. സൗമ്യ, ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്ത ആണ് ഡോക്ടർ അനിത ജോസിലേക്ക് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നീളുന്നു എന്നത്. ഇതിലേറ്റവും പ്രധാനമായി ടോം ജോസിന്റെ വെള്ളയമ്പലത്തെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് അനിത ജോസിനെ സംബന്ധിച്ചുള്ള നിർണായകമായ മൊഴി കിട്ടിയത്. ഇതിലേറ്റവും പ്രധാനം ടോം ജോസ് തന്നെ സമ്മതിച്ചിരിക്കുന്നു അനിത ജോസുമായി തനിക്ക് ബന്ധമുണ്ട്. പ്രവാസിയായ ഒരു അമേരിക്കൻ വ്യവസായിയാണ് അനിത ജോസ്. എന്താണ് സിന്ധുദുർഗ ജില്ലയിൽ 50 ഏക്കർ ഭൂമി ടോം ജോസ് വാങ്ങുന്ന ഘട്ടത്തിൽ അതിന് നിറമൻകര SBT ബ്രാഞ്ചിൽ നിന്നും ഏതാണ്ട് 2 കോടി രൂപയുടെ അടുത്ത് വായ്പ ഉണ്ടായിരുന്നു. ഈ വായ്പ തിരിച്ചടക്കുന്നതിനായി തന്നെ ടോം ജോസ് തന്നെ നൽകിയ രേഖകൾ പ്രകാരം 1,63,00,000 രൂപ നൽകിയത് ഡോക്ടർ അനിത ജോസ് ആണ്. ഈ അനിത ജോസിന്റെ സാമ്പത്തിക ഉറവിടത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര ഭീമമായ ഒരു തുക ടോം ജോസിന് ഇവർ നൽകിയത്? ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം ഇവർക്ക് ടോം ജോസ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കെ അനിത ജോസിന് ചെയ്തിട്ടുണ്ടോ? 1.5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ എപ്രകാരമാണ് നടത്തിയത്? അത് ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരുന്നോ? നമ്മുടെ നിലവിലത്തെ വ്യവസ്ഥ അനുസരിച്ച് ഏത് തരത്തിലുള്ള 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഏത് തരത്തിലുള്ള ഒരു സ്വകാര്യ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന നിയമമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഏത് തരത്തിലാണ് ഇവർ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൂടുതൽ വിശദമായി വിജിലൻസിന് പരിശോധിക്കേണ്ടതായി വരും. ഇതിൽ മണി ലെൻഡിംഗ് ആക്ടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? പലിശ രഹിതമായിട്ടുള്ള വായ്പയാണോ നൽകിയത്? ഈടാണോ കടമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എന്തായാലും ടോം ജോസ് തന്നെ സമ്മതിച്ചിരിക്കുന്നു തനിക്ക് ഈ രൂപത്തിൽ വായ്പ തിരിച്ചടവിനുള്ള പണം കടം തന്നിരിക്കുന്നത് അമേരിക്കൻ വ്യവസായിയായ അനിത ജോസ് ആണ്. അനിത ജോസിന്റെ വീട്ടിൽ ഇന്നലെ വിജിലൻസ് സംഘം പരിശോധനയും നടത്തി. അവർ വല്ലപ്പോഴും മാത്രം കേരളത്തിൽ വന്നു പോകുന്ന ഒരാളാണ് എന്നതാണ് വിജിലൻസിന് ആ വീട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മൊഴി. എന്തായാലും അനിത ജോസിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തേണ്ടതുണ്ട്. ടോം ജോസിന്റെ 6ഓളം ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും വിജിലൻസ് ഇന്നലെ തന്നെ ഫ്രീസ് ചെയ്തു. SBT, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓറിയന്റൽ അതടക്കമുള്ള നിരവധി ബാങ്കുകളിലെ ടോം ജോസിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള കാരണം ഇന്നും അടുത്ത ദിവസങ്ങളിലെല്ലാം ദീപാവലി ഹോളിഡേ ആയതിനാൽ ഇന്നലെ തന്നെ വളരെ വേഗം അവർ അത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയായിരുന്നു, പണം വിഡ്രോ ചെയ്യാതിരിക്കാൻ. ഇനി അതിനുശേഷം ബാങ്കുകളിലെത്തി തിരുവനന്തപുരത്തെ ബാങ്കുകളിലെത്തി വിജിലൻസ് സംഘം ഒരിക്കൽ കൂടി പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും അവർ ഒരു നിഗമനത്തിലേക്ക് എത്തുക. ജീവൻ, ഇവിടെ ഇപ്പോൾ ഉള്ളൊരു നിഗമനം എങ്ങനെയാണ്? പ്രത്യേകിച്ച് പണം ട്രാൻസാക്ഷനുകൾ മാത്രമല്ല, കൊച്ചിയിലെ ഫ്ളാറ്റിന് ഉടമസ്ഥാവകാശം അനിതയ്ക്ക് കൂടിയുണ്ട്. അത്തരത്തിൽ ഒരു പരസ്പര സഹകരണത്തോടു കൂടിയുള്ള ചില ഇടപാടുകൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ആ ഒരു വിധത്തിൽ കൂടിയാണോ അന്വേഷണം? ടോം ജോസിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ടോം ജോസിന്റെ മൊഴി വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് താൻ അത്ര വലിയ അനധികൃതമായ സ്വത്തൊന്നും സമ്പാദിച്ചിട്ടില്ല. തനിക്ക് പലപ്പോഴും സുഹൃത്തുക്കളാണ് തന്നെ സഹായിക്കുന്നത്. തന്റെ സുഹൃത്തുക്കളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഡോക്ടർ അനിത ജോസ്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകളിലെ പല കാര്യങ്ങളിലും തനിക്ക് തുണയായി നിൽക്കാറുള്ളത് തന്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെ പല ഘട്ടങ്ങളിലും സഹായിക്കാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ ടോം ജോസ് വിജിലൻസിനോട് പറഞ്ഞതായുള്ള ഒരു മൊഴിയുടെ വിശദാംശം ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. സൗമ്യ, നിലവിൽ ഇപ്പോൾ തന്നെ ഈ റെയ്ഡുകളുമായൊക്കെ ബന്ധപ്പെട്ട് IAS IPS പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുകൂടി ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ചീഫ് സെക്രട്ടറി രാവിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി തലസ്ഥാനത്ത് എത്തിയപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് ആരാഞ്ഞത്. ചീഫ് സെക്രട്ടറി അതിനുള്ള മറുപടിയും നൽകി. IAS IPS തലപ്പത്ത് പോരുണ്ട് എന്ന് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകൾ കേൾക്കുന്നുള്ളൂ, എന്താണ് അങ്ങയുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പോരും IAS IPS തലപ്പത്ത് നിലനിൽക്കുന്നില്ല. ജേക്കബ് തോമസിനെതിരെ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥർ തന്നെ വന്ന് കണ്ട് പരാതി പറഞ്ഞു എന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണ്.
ടോം ജോസ് അടക്കമുള്ള ആളുകളുടെ ഇത് സംബന്ധിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താം എന്നാണ് ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ടോം ജോസിനെതിരായ അന്വേഷണം സുഹൃത്തായ അനിത ജോസിലേക്കും നീളുന്നു. പലയിടങ്ങളിലുള്ള ഇവരുടെ പണമിടപാടുകൾ, വലിയ തോതിലുള്ള പണമിടപാടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.